ശ്രീ VPP മുസ്തഫ, താങ്കൾക്ക് മറുപടി പറയാം. ഇവിടെ കാണേണ്ട ഒരു വിഷയം, LDF ഗവൺമെൻറ് തീർച്ചയായിട്ടും LDFന് തെരഞ്ഞെടുപ്പിൽ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തെടുത്ത എല്ലാ നടപടികളും മഹാമോശമായിരുന്നു എന്നൊന്നും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്തിനെ ചുരുക്കിക്കെട്ടാൻ വേണ്ടി കഴിയില്ലല്ലോ. ഞങ്ങളുടെ തോൽവിക്ക് ധാരാളം ഘടകങ്ങളുണ്ട്. അത് കേവലം ഭരണവിരുദ്ധത മാത്രമൊന്നുമല്ല. ഭരണപരമായ അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്, ഞങ്ങളുടെ സംഘടനാപരമായ ദൗർബല്യങ്ങളുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. എന്നാൽ LDF ഗവൺമെൻറ് 10 വർഷം ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ അംഗീകാരവുമുണ്ട്. ആ അംഗീകാരം ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് 81 ലക്ഷം വോട്ട് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോഴും 37% ആളുകൾ ഇപ്പോഴും കേരളത്തിൽ ഞങ്ങളെ പിന്തുണച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അന്ന് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം തന്നെയാണ് ഏറ്റവും മികച്ച ധനകാര്യ മാനേജ്മെൻറ്റ്. 2011-16 കാലത്തുള്ള അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് പടിപടിയായി മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്? ഇപ്പോൾ തനത് വരുമാനം നിങ്ങൾ നോക്കൂ, 1,05,00,000 എത്തി നടപ്പ് സാമ്പത്തിക വർഷം. കഴിഞ്ഞ ഈ മാർച്ച് മാസത്തിൽ അവസാനിച്ച സാമ്പത്തിക വർഷം 1,05,00,000 കേരളത്തിൻ്റെ തനത് വരുമാനം. എങ്ങനെയാണ് ഉണ്ടായത്? നികുതി പിരിക്കാതെ ഉണ്ടാകുമോ? നികുതിയേതര വരുമാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ ഉണ്ടാകുമോ? നികുതിയേതര വരുമാനം 13,000 കോടിയേ ഉള്ളൂ. ബാക്കി എല്ലാം വന്നിരിക്കുന്നത് GST പിരിച്ചിട്ട് തന്നെയാണ്. GSTയുടെ ഇന്റലിജൻസ് റെയ്ഡ് നടത്തുകയും ആ റെയ്ഡിന്റെ പേരിൽ വ്യാപാരികൾ പല സ്ഥലത്തും അന്നത്തെ ദിവസം ഹർത്താൽ പ്രഖ്യാപിക്കുന്നതും വ്യാപാരി സംഘടനകൾ പ്രതിഷേധിക്കുന്നതുമെല്ലാം എത്രയോ വാർത്തകൾ ഉണ്ടായിട്ടില്ലേ? അത് 24ന്റെ ക്ലിപ്പ് ഒന്നും നോക്കണ്ട. ഒന്ന് രാജു, പിന്നെ ശ്രീ രാജു, താങ്കളുടെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ GSTയുടെ ഇന്റലിജൻസ് ബാങ്കും മറ്റും നടത്തുന്ന റെയ്ഡിന്റെ പേരിൽ വ്യാപാരി വ്യവസായി സംഘടനകൾ നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ, അതിന്റെ പേരിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെയെല്ലാം നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ തന്നെ 5 കൊല്ലം 2020 എത്തിയുമ്പോൾ 44,000 കോടിയേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഈ 5 വർഷം കൊണ്ട് 1,05,00,000 എത്തിയിരിക്കുന്നത്. ഇനി അത് മുകളിലോട്ടേ പോകുള്ളൂ ശരിയായ നിലയിൽ നോക്കിയാൽ. നിങ്ങളുടെ ഭരണ സംവിധാനം അത് പുറകിലോട്ട് കൊണ്ടുപോകാതിരുന്നാൽ മതി. അതുകൊണ്ട് നല്ല നിലയിൽ തന്നെയുള്ള ആ മാനേജ്മെന്റാണ് കേരളത്തെ വലിയ നിലയിൽ തകർച്ചയിൽ നിന്ന് നല്ല നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ എന്താ സ്ഥിതി? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. അതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ ബജറ്റ് പ്രസംഗവും കഴിഞ്ഞ ദിവസത്തെ ധവളപത്രവും എന്തുകൊണ്ടാണ് ഒരു പൊതു സ്വീകാര്യത കിട്ടാതെ പോയത്? അതിനൊരു പൊതു സ്വീകാര്യത കിട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച പിന്തുണ പോലെ നിങ്ങൾ അവതരിപ്പിച്ച ധവളപത്രത്തിനും നിങ്ങളിപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ബജറ്റിനും ഒരു പൊതു അംഗീകാരം ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു കൃത്യമായ പഠനം ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് പെട്ടെന്ന് അങ്ങ് പ്രഖ്യാപിച്ച വാഗ്ദാനം മാത്രമാണ്. അത് രാജുവിൻ്റെ അവതരണത്തിൽ തന്നെ മനസ്സിലായില്ലേ? ഇപ്പോൾ KSRTCയുടെ സൗജന്യം എന്താ നിങ്ങൾ പ്രഖ്യാപിച്ചത്? മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യം. പക്ഷെ അത് എത്ര ബാധ്യത വരും, എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? നിങ്ങൾ മുൻകൂട്ടി പഠിച്ചില്ല. നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അത് പഠിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ അസംതൃപ്തികളാണല്ലോ നിങ്ങളുടെ തന്നെ നേതാക്കളുടെയും മന്ത്രിമാരുടെയും പ്രസ്താവനകളിൽ ഉണ്ടായത്. ഒടുവിൽ നിങ്ങൾ തൽക്കാലം ഓർഡിനറി ബസ്സുകളിൽ എന്ന് പറഞ്ഞ് തുടങ്ങിയല്ലേ ചെയ്തത്. ഇത് ശരിയായാൽ ഞങ്ങൾ മറ്റു ബസ്സുകളിലേക്കും വ്യാപിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു മുൻകൂട്ടിയുള്ളൊരു പഠനമില്ലാതെ ചുമ്മാ ഒരു വാഗ്ദാനം വെച്ചു. അത് തന്നെയല്ലേ ഇൻഷുറൻസ് പദ്ധതിയുടെ കാര്യവും. നിങ്ങൾ വെറുതെ ഒരു സംഗതി എവിടെന്നോ ഒന്ന് കെട്ടിപ്പൊക്കി ഉണ്ടാക്കി പെട്ടെന്ന് ആളുകളെ വഞ്ചിക്കണം. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമൊക്കെ നടപ്പിലാക്കാനുള്ളതാണ് എന്ന നിലപാടുള്ള ആളുകളല്ലല്ലോ. മുസ്തഫ, ഈ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി അവർ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞതാണ്. അതിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ അവർ തീരുമാനമെടുക്കുന്നു, അതുമായി മുന്നോട്ട് പോകുന്നു. ശരിയാണ്, അവർ പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് വനിതകൾക്ക് സൗജന്യ യാത്ര. ഏതായാലും അത് നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം, 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് മുഴുവൻ കുടുംബങ്ങൾക്കും, അതൊരു ചെറിയ കാര്യമാണോ? അത് നടപ്പാക്കാനുള്ള വഴി ഞങ്ങൾ കണ്ടെത്തുമെന്ന് അവർ പറയുന്നു. അപ്പോൾ വാഗ്ദാനങ്ങൾ നൽകുകയും സർക്കാർ അധികാരത്തിൽ വന്ന് 1 മാസം പിന്നിടുമ്പോൾ തന്നെ അതിൻ്റെ ആദ്യ സൂചനകൾ അവർ പ്രകടമാക്കുകയും ചെയ്തു. ഇങ്ങനെയല്ലേ അവർ ജനങ്ങളോട് പ്രതിബദ്ധത കാണിക്കേണ്ടത്? അതിനെ നമ്മൾ കണ്ണടച്ച് വിമർശിക്കേണ്ടതുണ്ടോ ഈ ബജറ്റിൻ്റെ വെളിച്ചത്തിലാണെങ്കിലും? അതുണ്ടല്ലോ, കണ്ണടച്ച് വിമർശിക്കുകയല്ല. അത് ഞങ്ങളെ കുറിച്ച് പറയുന്ന ഏതായാലും ആക്ഷേപം ശരിയല്ല. താങ്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇടതുപക്ഷം വസ്തുനിഷ്ഠമായിട്ടേ വിമർശിക്കുന്നുള്ളൂ. നമ്മൾ പറയുന്ന കാര്യം എന്താ? നിങ്ങൾ നോക്ക്, രാജു നിങ്ങളോടും എന്നോടുമാണ് ചോദിക്കുന്നത്. ഏത് ഇൻഷുറൻസ് കമ്പനി എത്ര പൈസ പറയുമെന്ന് നിങ്ങൾക്കറിയോ എന്ന്?
അത് നിങ്ങളല്ലേ രാജു, നിങ്ങളല്ലേ വാഗ്ദാനം നൽകുന്നത്. അപ്പൊ നിങ്ങളല്ലേ അതിനെക്കുറിച്ച് മുൻകൂട്ടി ഒരു പഠനം നടത്തേണ്ടത്. ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വേണ്ടിവരും, എന്തായിരിക്കും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുണ്ടാകാവുന്ന പ്രതികരണം, അതിനെക്കുറിച്ച് നിങ്ങളല്ലേ വാഗ്ദാനം നൽകിയിരുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ യാതൊരു പൂർവ്വ പഠനവും നടത്താതെയാണ് നിങ്ങൾ ഇത്തരം ടെൻഡർ വിളിക്കണ്ട, പഠിക്കുന്ന നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ രാജു, ഇന്ന് നിങ്ങൾ പ്ലാനിംഗ് ബോർഡ് ഇനി ഉണ്ടാവില്ല, പ്ലാനിംഗ് ബോർഡിന്റെ സ്ഥാനത്ത് ഇനി ഒരു തിങ്ക് ടാങ്ക് ആണ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങളുടെ തിങ്ക് ടാങ്കിനെ വെച്ചിട്ട് നിങ്ങൾ നൽകുന്ന വാഗ്ദാനത്തെ കുറിച്ച് നിങ്ങൾ ആദ്യം സ്റ്റഡി നടത്തണ്ടേ? ആ സംവിധാനം ഇല്ലാതെ ഏതിനെ കുറിച്ചാ? അല്ല, ഈ പ്ലാനിംഗ് ബോർഡ് മാറ്റി തിങ്ക് ടാങ്ക് ആക്കുമെന്ന് ആരാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അല്ല, ഇന്നത്തെ പ്രസംഗം പ്ലാനിംഗ് ബോർഡിനെ ആസൂത്രണ ബോർഡിനെ ഇത്തരം ആലോചനകൾക്കൊക്കെ സാധ്യമാകുന്ന തരത്തിലേക്ക് പരുവപ്പെടുത്തുമെന്നാണ് പറഞ്ഞത് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗം. അത് നിങ്ങൾ കാണേണ്ടത് എന്താണ്. പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിടുമ്പോൾ, സാക്ഷാൽ പണ്ഡിറ്റ് നെഹ്റു ഈ രാജ്യത്ത് സ്ഥാപിച്ച പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിടുമ്പോൾ 2014 നരേന്ദ്രമോദി പറഞ്ഞത് എന്താ? നിതി ആയോഗ് രൂപീകരിക്കുമ്പോൾ ഇതേ വാക്കാ ഉപയോഗിച്ചത്. ഞങ്ങൾ പ്ലാനിംഗ് കമ്മീഷനൊക്കെ പിരിച്ചുവിടുകയാണ്, ഇനി ഒരു തിങ്ക് ടാങ്ക് ഞങ്ങൾ ഉണ്ടാക്കുകയാണ് നിതി ആയോഗ് എന്ന് പറഞ്ഞിട്ട്. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സതീശൻ അധികാരമേറ്റ ശേഷമുള്ള BJPയുമായിട്ട് കേന്ദ്ര സർക്കാരിന് കീഴ്പ്പെടുന്ന ദാസ്യ നയങ്ങളെ കുറിച്ച് വിമർശിക്കേണ്ടി വരുന്നത്. അതവിടെ നിൽക്കട്ടെ. മിഷൻ സമുദ്ര ഇവിടെ പറഞ്ഞു. എന്താ മിഷൻ സമുദ്രയിലൂടെ സംഭവിക്കാൻ പോകുന്നത്? അല്ല, ഒറ്റ മിനിറ്റ്. മിഷൻ സമുദ്രയിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്താ? വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയില്ലേ? അതിന്റെ മുന്നോട്ട് പോക്കല്ലേ വേണ്ടത്? അത് LDFന്റെ അവസാന ബജറ്റിലും പറഞ്ഞിട്ടുള്ളതല്ലേ? അതിന്റെ ഭാഗമായിട്ടുള്ള റിംഗ് റോഡ് പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ളതല്ലേ? കൊല്ലത്തേക്ക് കൂടി അതിന്റെ ഗുണം കിട്ടുന്ന വിധത്തിൽ വികസിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടുള്ളതല്ലേ? ഇതെല്ലാം എങ്ങനെ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? സംസ്ഥാന സർക്കാരിന് കൂടി വലിയ ലാഭവിഹിതം വരാവുന്ന വിധത്തിൽ, അത് അദാനിയാണ് ഇപ്പൊ നടത്തുന്നതെങ്കിൽ പോലും അങ്ങനെ ഒരു സങ്കല്പം. എന്നാൽ ഇവിടെ പറയുന്ന മിഷൻ സമുദ്രയിൽ അങ്ങനെ ഒന്നുണ്ടോ? നമ്മുടെ റയർ എർത്തുകൾ അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ അതിന്റെ കാര്യവും ബാലഗോപാലിന്റെ അവസാന ബജറ്റിലുണ്ട്. അതെങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? KMML ഉൾപ്പെടെയുള്ള നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഉപയോഗപ്പെടുത്തും. നേരെ ഖജനാവിലേക്ക് വരുമാനം വരും, സംസ്ഥാന ട്രഷറിയിലേക്ക്. എന്നാൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? അവിടെയാണ് കേന്ദ്ര സർക്കാർ അവരുടെ നിർമ്മലാ സീതാരാമന്റെ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ഈ റയർ എർത്ത് കോറിഡോറിന്റെ സങ്കല്പത്തിൽ സ്വകാര്യ മൂലധന നിക്ഷേപം, കരിമണൽ ഖനനമൊക്കെ നേരത്തെ പ്രൈവറ്റൈസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കൊല്ലത്തും ആലപ്പുഴയിലും ഒക്കെ തീരദേശ ജനതയുടെ സമരം നമ്മുടെ ഓർമ്മയിലുണ്ടാകും. താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങളിലൊക്കെ കേന്ദ്ര നയത്തിനോട് ദാസ്യപ്പെട്ടിരിക്കുന്നു, അടിമപ്പെട്ടിരിക്കുന്നു ഈ സർക്കാർ എന്നാണല്ലോ താങ്കളുടെ വിമർശനം. ഞാനൊരു ഇടവേള എടുക്കട്ടെ VPP, വളരെ അത്യാവശ്യമാണ്. ഞാനൊരു ഇടവേള എടുക്കട്ടെ, സമയം വളരെ പരിമിതമാണ്. ശരി പറയൂ VPP, പറയൂ, പൂർത്തിയാക്കൂ. ഇപ്പോ കഴിഞ്ഞ LDF ഗവൺമെന്റിനുള്ള ഹോട്ടി വൈനിന്റെ കാര്യം. ആ ഹോട്ടി വൈനിന് പകരം ഇന്നിപ്പോ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യമെന്നാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് വേണ്ടി നേരത്തെ കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്ത് വലിയ കമ്പനികൾ കേരളത്തിലേക്ക് വരികയും കേരളത്തിലെ എക്സൈസ് ചട്ടം അനുവദിക്കാത്തതിനാൽ നിരാകരിക്കുകയും ചെയ്തത്. എന്നാൽ ഇന്നിപ്പോ നികുതി ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് 10% താഴെ ആൽക്കഹോൾ വീര്യമുള്ളതിന് 120%, 10% മുകളിൽ 20% വരെയുള്ളതിന് 175% പ്രഖ്യാപിച്ചുകൊണ്ട് സ്വകാര്യ വൻകിട മദ്യമുതലാളിമാർക്ക് കേരളത്തിൽ കൊണ്ടുവരാനും, എന്നാൽ കേരളത്തിലെ കൃഷിക്കാർക്കും അതുപോലെ തന്നെ ഈ ചെറുകിട കർഷകർക്കുമെല്ലാം വലിയ സംരക്ഷണമാകുമായിരുന്ന ഹോട്ടി വൈൻ പദ്ധതിയെ തകർക്കുകയും ചെയ്യുന്നതിലൂടെ നേരത്തെ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ നഗ്നമായ അഴിമതി തന്നെ കാണാവുന്ന വിധത്തിലാണ് ഈ ബജറ്റിലെ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.